പാക് എയർ സ്പേസ് ഇസ് ക്ലോസ് ഫോർ ഇന്ത്യൻ എയർലൈൻ. അത് നമുക്ക് പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എവറിബഡി ഹോപ്സ് ഫോർ ദ ബെസ്റ്റ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. ഹലോ മൈ ലവ്ലി ഹ്യൂമൻസ്, ഇറ്റ്സ് ബിൻ എ ലോങ് ടൈം ഞാനൊരു വീഡിയോ എടുത്തിട്ട്. ഇന്ന് ഭയങ്കര അർജൻറ്റായിട്ട് എനിക്കൊരു വീഡിയോ ഇടണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് വന്ന് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായത്. പെഹൽഗാമിൽ ടെററിസ്റ്റ് അറ്റാക്ക് മൂലം ഒരുപാട് പേര് മരിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അൺഫോർച്ചുനേറ്റ് ആയിട്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഏവിയേഷനുമായി ബന്ധപ്പെട്ട് തന്നെ 2-3 കാര്യങ്ങൾ ഞാൻ കാണുകയുണ്ടായി. കുറച്ച് പേരുടെ വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് ന്യൂസസും കണ്ടിട്ടുണ്ടായി. ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പാക് എയർ സ്പേസ് ഇസ് ക്ലോസ്ഡ് ഫോർ ഇന്ത്യൻ എയർലൈൻസ്. അത് യൂഷ്വലി അവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫോർ ദ സേഫ്റ്റി. നമ്മുടെയും സേഫ്റ്റി അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്കും തോന്നുന്നു. അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിറ്റി വരുത്തണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എടുത്തത് 2.5 മണിക്കൂർ എടുക്കേണ്ട ഫ്ലൈറ്റ് 3 മണിക്കൂർ 40 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ദുബായിൽ നിന്ന് അമൃത്സറിലോട്ട് വന്നത്. എൻ്റെ ഫ്ലൈറ്റ് ലോഡ് എന്ന് പറയുന്നത് 100 ആയിരുന്നു. ഒരുപാട് പാസഞ്ചേഴ്സ് നമ്മളോട് അവരുടെ കൺസേൺസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ലോഡ് കുറവ്, പേടിയായതുകൊണ്ടായിരിക്കുമോ, എന്തെങ്കിലും നമുക്ക് ടെൻഷൻ അടിക്കാനുണ്ടോ എന്നിങ്ങനെ കുറേ പേര് വന്ന് നമ്മളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം പോസിറ്റീവ് ന്യൂസസ് മാത്രമാണ്. ദ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് എവറി എയർലൈൻ വിൽ ബി ചെക്കിംഗ് ദ സേഫ്റ്റി ഫസ്റ്റ് ബിഫോർ ഓപ്പറേറ്റിംഗ് ഓൾ ദീസ് സെക്ടേഴ്സ്. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സെക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സേഫ്റ്റി അഷ്യൂർ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡിലേ ഉണ്ടാവുമോ ഫ്ലൈറ്റിന്. ഫ്ലൈറ്റ് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ദുബായ് ടു അമൃത്സർ വരുന്ന ഒരു റൂട്ട് ഞാനൊരു എക്സാമ്പിളായിട്ട് എടുക്കുവാണ്. ദുബായ് ടു അമൃത്സർ നമുക്ക് ഡയറക്റ്റ് പാക് എയർ സ്പേസ് കംപ്ലീറ്റ് ചെയ്ത് നേരെ വന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന ഒരു റൂട്ടാണ്. നമ്മൾ ഇന്ന് വന്നത് കറങ്ങി ഗുജറാത്ത് വഴി ജയ്പൂർ വഴി ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് ലാൻഡ് ചെയ്തത്. ഞാൻ ആ വീഡിയോ എൻ്റെ ഫ്ലൈറ്റ് റൂട്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേസ് ഉണ്ടാവും. ബിക്കോസ് ഫ്ലൈറ്റ് ടൈം വിൽ ബി മോർ ദാൻ വി എക്സ്പെക്റ്റഡ്. മൂന്നാമത്തെ ഒരു കാരണം, ലോങ് ഹോൾ ഫ്ലൈറ്റ്സ് ഒക്കെ ആയിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫ്ലൈറ്റിന് എടുക്കാവുന്ന മാക്സിമം ഫ്യൂൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതും കംപ്ലീറ്റ്ലി ഫില്ലാക്കിയിട്ടുള്ള ഒരു ടാങ്ക് കൊണ്ട് ഒരിക്കലും ഒരു ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യില്ല. അതിലൊരു മിനിമൽ ക്വാണ്ടിറ്റി എടുത്തിട്ടേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന നോർമൽ ആ ഒരു ലോങ് റേഞ്ച് ഫ്ലൈറ്റിൽ ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലും ആ ഒരു എയർപോർട്ടിൽ മാത്രമായിരിക്കും ലാൻഡിങ് ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ ലാൻഡിങ് വരുവാണെങ്കിൽ ഇറ്റ്സ് ഫോർ ഷുവർ റീഫ്യൂലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. അതും എയർക്രാഫ്റ്റിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെർദർ മൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനോ ഒന്നും വേണ്ട. റീഫ്യൂൽ ചെയ്തതിനനുസരിച്ച് നിങ്ങളുടെ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ആവുകയും ചെയ്യും. സോ ഇൻ കമ്മിങ് ഡേയ്സിൽ നിങ്ങൾ ഇപ്പം ഇന്ത്യയിലോട്ട് വരുവാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോവുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ്സ് ഓൺ ടൈം ആണോ അതോ ഡിലേ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇഫ് ഇൻ കേസ് ഡിലേ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ഫുഡൊക്കെ നിങ്ങൾ കരുതുവാണെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള വയസ്സായിട്ടുള്ളവർ അല്ലെങ്കിൽ ചിൽഡ്രൻസിനൊക്കെ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം ഭയങ്കര അവൈലബിൾ ആണ് എല്ലായിടത്തും. ഓരോ പെർട്ടിക്കുലർ എയർലൈനും ഫുഡ് തരാനായിട്ട് റെസ്പോൺസിബിളും ആണ്. ബട്ട് ചെറിയ ചെറിയ ഡിലേസ് ഒക്കെ വരുമ്പോൾ അവർക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് ഒക്കെ വരുമ്പം ഫുഡ് എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഓരോ എയർലൈനിലും ഉണ്ടാവും. വൺ മോർ തിങ്, ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഒരുപാട് നാഷണാലിറ്റീസ് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ വേറൊരു കൺട്രിയിൽ നിന്നൊക്കെ ഇന്ത്യയിലോട്ട് വരുവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പൊളിറ്റിക്കലി അല്ലെങ്കിൽ റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ പെർട്ടിക്കുലർലി ഈ ഒരു സെനാരിയോയിൽ സംസാരിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ഒരു സ്റ്റാർട്ടിങ് ഒന്നിനും വെച്ച് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഐ ഡു പ്രേ ഫോർ ദ ബെസ്റ്റ് എവറി ടൈം ആൻഡ് വി ഡു ആർ ബെസ്റ്റ് ടു ടേക്ക് യു ടു യുവർ ഹോം ലാൻഡ്സ്. അത് ഓൺബോർഡ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത് നമ്മൾ ചെയ്തിരിക്കും. പിന്നെ ബാക്കിയെല്ലാം ഡെസ്റ്റിനി അല്ലേ. അതിപ്പം നമ്മൾ എങ്ങനെയാണെങ്കിലും ഏത് വഴിയാണെങ്കിലും നമുക്ക് നടക്കാനുള്ളത് എന്തായാലും നമുക്ക് നടന്നിരിക്കും. അപ്പോൾ വി ഡു പ്രേ ഫോർ ദ ബെസ്റ്റ് ആൻഡ് വി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ പാകിസ്ഥാൻ എയർ സ്പേസിനടുത്ത് കൂടെ പോകുമ്പോൾ പേടിക്കാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കാനില്ലെന്നേ. ഞാൻ ഇന്ന് വന്നത് പാകിസ്ഥാൻ എയർ സ്പേസിനടുത്ത് കൂടെ തന്നെയാണ്. അങ്ങനെ ഒരു ഒളിയാക്രമണമൊക്കെ നടക്കുമോ എന്നൊക്കെ പേടിച്ചിട്ടൊക്കെ നമ്മൾ ഫ്ലൈറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളിനി അങ്ങോട്ട് ഒരുപാട് പേടിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ഇപ്പോഴത്തെ ന്യൂസസ് അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക. യു ക്യാൻ എക്സ്പെക്ട് സം ഡിലേസ് ഡ്യൂ ടു ഹെവിയർ ആൻഡ് ലോങ്ങർ റൂട്ട്സ് ദാൻ വി ഡു ഫ്ലൈ എവറി ഡേ. മാക്സിമം പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു
വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭയങ്കരമായിട്ടുള്ള ബാക്ക് ടു ബാക്ക് ഫ്ലൈയിങ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് ഒരുപാട് ഡിലേ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത് എനിക്ക് ഡിലേ ആക്കാൻ പറ്റാത്തൊരു വീഡിയോ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഫ്ലൈറ്റ് കഴിഞ്ഞ് ലാൻഡ് ചെയ്തിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.